കൊച്ചിയിലെ 25 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിൽ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് പോകുമെന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത്. അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശികളായ പ്രതികൾ ഉപയോഗിച്ച വാടക അക്കൌണ്ടുകളിൽ ചിലത് കൈകാര്യം ചെയ്തിരുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ്. സൈബർ തട്ടിപ്പ് സംഘമാണ് ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. 24 മോർണിംഗ് ബ്രേക്കിംഗ്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ മറ്റുന്നു. ശ്യാം, ഈ ഓൺലൈൻ ഫ്രോഡുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ നമുക്കിപ്പോൾ പുതിയ കാര്യമേ അല്ല. അത് ഓരോ ദിവസവും വേണം ഓരോരോ വാർത്ത വരുന്നത്. പക്ഷേ ഓരോ ദിവസം വരുന്ന വാർത്തകൾ ഓരോരോ തട്ടിപ്പ് രീതിയാണ് എന്ന് മാത്രം. ഈ തട്ടിപ്പ് രീതി എങ്ങനെയാണ്? ഹാഷ്മി, പൊതുവിൽ ഈ സൈബർ തട്ടിപ്പുകളും ഓൺലൈൻ തട്ടിപ്പുകളിലും ഉപയോഗിക്കുന്നത് മ്യൂൾ അക്കൗണ്ടുകളാണ്. അതായത് അക്കൗണ്ടുകൾ ഉടമകളുടെ കയ്യിൽ നിന്ന് തന്നെ വാടകയ്ക്കെടുത്ത് ഒരു നിശ്ചിത തുക വാടക കൊടുത്തത് തട്ടിപ്പിന് ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ്. ഈ 25 കോടി രൂപയുടെ തട്ടിപ്പന്വേഷണം ഹൈദരാബാദിലേക്ക് പോകുന്നതും ഈ മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ്. കോഴിക്കോട് സ്വദേശികളെ നേരത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടുകൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഹൈദരാബാദ് സ്വദേശികളാണ്. അത് ഹൈദരാബാദിലാണ് അക്കൗണ്ടുകൾ എടുത്തിരുന്നത്. അതിൻ്റെ ഉടമസ്ഥർ അത് സൈബർ തട്ടിപ്പുകൾക്ക് വേണ്ടി മുൻപ് ഉപയോഗിച്ചിരുന്നതായി നമ്മുടെ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഈ അന്വേഷണത്തിൽ നേരത്തെ തന്നെ ഹൈദരാബാദിൽ ഈ അക്കൗണ്ടുകളിൽ ഉടമകളിൽ ഒരാൾ ജയിലിലാണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതും സൈബർ തട്ടിപ്പ് കേസിൽ തന്നെയാണ് നിലവിൽ ജയിലിൽ കഴിയുന്നത്. കൂടുതൽ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തുന്നതിനാണ് അന്വേഷണം ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം അത് ക്രിപ്റ്റോ കറൻസിയെ കൈമാറ്റം ചെയ്ത ശേഷം തായ്ലാൻഡിൽ എത്തിച്ച് അത് രൂപയാക്കി അവർ കൈമാറ്റം ചെയ്തു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പിൻ്റെ പണ കൈമാറ്റത്തിന് വേണ്ടി ഇവർ തായ്ലാൻഡിലും ഹോങ്കോങ്ങിലും സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ളതും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തട്ടിപ്പുകാർ നിസ്സാരക്കാരല്ല. 25 കോടി രൂപ 90 തവണയായി കൈമാറ്റം ചെയ്യപ്പെട്ട ആളുകളാണ്. അവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണമാണ് ഹൈദരാബാദിലേക്ക് നമ്മുടെ സംഘം യാത്ര തിരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളും അറസ്റ്റുകളും പ്രതീക്ഷിക്കാവുന്ന ഒരു കേസന്വേഷണം കൂടിയാണിത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.